ഹലോ എവരി വൺ. ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഗസ്റ്റാണ്. നമ്മളെപ്പോഴും അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ വല്ലപ്പോഴും മാത്രം കാണുന്ന അത്രയും ബോണ്ടുള്ളൊരു കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പഫ്സും കട്ട്ലറ്റുമാണ് ആക്കിയത്. ഈവനിങ് ആണ് അവർ വരുന്നത്, ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക്. ഇതിപ്പോൾ ഞാൻ അല്ലുവിനുള്ള ഫുഡാക്കുന്നതാണ്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് അവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ഈവനിങ് 5 മണി ആ സമയമാണ്. ആ സമയത്ത് ബാൽക്കണിയിൽ നിൽക്കാൻ ഭയങ്കര ഒരു നല്ല ക്ലൈമറ്റും കൂടെ ആണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയമായതുകൊണ്ട് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷാർജ സൈഡിലോട്ട് നല്ല ട്രാഫിക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ എത്തും എന്നുള്ളത്. അങ്ങനെ അവരെത്തി. ഇതാ നമ്മളെ കുഞ്ഞു സോയി, ഇത് അവരെ മോളാണ്. ഇപ്പോൾ 6-7 മാസമൊക്കെ ആയിട്ടുള്ളൂ കൊച്ചിന്. ഇത് ഉപ്പ ഉമ്മ, ഇതാണ് നിഷാദ്, എൻ്റെ ഫ്രണ്ട്. പിന്നെ ആ കാണുന്നതാണ് റീനു, മൂപ്പര വൈഫ്, പക്ഷെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ പറയാം. പിന്നെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ അവർ ഇറങ്ങുക. കാരണം നമുക്കും വേറെ പരിപാടി ഉണ്ട്, അവർക്കും വേറെ പരിപാടികളുണ്ട്. ഇപ്പോൾ ഉമ്മയും ഇപ്പം നാട്ടിൽ പോകാനായി, കുറച്ച് പർച്ചേസിങ്ങൊക്കെ ആയിട്ട് അവർക്കും ഉണ്ട്. പിന്നെ അല്ലു നേരത്തെ ഉപ്പാൻ്റെ അടുത്ത് കയറി ഇരുന്നിട്ടുള്ള ഉപ്പാൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട്. അവൾക്ക് ഇവിടെ ആരെങ്കിലും വന്നാൽ പിന്നെ തിരിച്ച് പോകുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ഫുൾ കരച്ചിലും കാര്യങ്ങളും പോകണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ പോയിട്ട് നമ്മളിറങ്ങി. നമ്മളിതാ കൺസേർട്ട് ഉണ്ട് ഇന്ന് വൈകിട്ട്. അപ്പോൾ വൈകിട്ടല്ല, രാവിലെ തൊട്ടേ അത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോഴത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ MHR, ദാപ്സി, അങ്ങനെ ലിൽ പയ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റാപ്പേഴ്സ്, തമിഴ് റാപ്പേഴ്സും മലയാളം റാപ്പേഴ്സൊക്കെ കൂടിയിട്ട് അപ്പോൾ നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു ഇറങ്ങാൻ. ഇവരും ഗസ്റ്റും ഉള്ളത് കാരണം പിന്നെ അവരുടെ അടുത്ത് കുറേ സമയം സംസാരിച്ചിരുന്ന് നമ്മൾ ടൈം പോയത് അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ ഇതിപ്പോൾ അല്ലു കരയുന്നതാണ്, ഫുഡ് വേണമെന്നുണ്ട്. അവൾ എപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാലും അപ്പോൾ തുടങ്ങും അയ്യോ മമ്മ വിശക്കണേന്ന് പറഞ്ഞിട്ട് കരയൽ. അപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്ഥിരം അടവ് ഇറക്കുകയാണ് ഇവിടെ, കരയാന്ന് ഫുഡ് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ജ്യൂസ് വേൾഡ് കയറിയിട്ട് അവൾക്ക് കുറച്ച് കട്ട് ഫ്രൂട്ട്സും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ പ്രോഗ്രാമിൻ്റെ നടക്കുന്ന അടുത്ത് തന്നെ ഉണ്ടായത്. അപ്പോൾ അത് വേഗം പെട്ടെന്ന് കൊടുത്തിട്ട് നമ്മൾ പ്രോഗ്രാമിന് അവിടെ എത്താറായി ഏകദേശം. അപ്പോൾ അവിടെ എത്തി. എല്ലാവരും നമ്മളവിടെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ എത്തുന്നുള്ളായിരുന്നു. അങ്ങനെ പിന്നെ ഇത് അനസിക്കാന്ന്. അപ്പോൾ എത്തി, പരിപാടിയൊക്കെ തുടങ്ങി. രാവിലെ 10 മണി തൊട്ടെങ്ങാനും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആ ടൈമിലൊന്നും നമ്മൾ പോയില്ല. നമ്മൾ ഈവനിങ്, അപ്പോൾ സാറ്റർഡേയും കൂടെ ആയതുകൊണ്ട് ഈവനിങ് പോയി അടിച്ച് പൊളിച്ച് പോരാന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഗംഭീര പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്കൊന്നും കാര്യമായിട്ട് റാപ്പ് സോങ്സാണ്. അപ്പോൾ ജനിച്ച പിള്ളേർക്കൊക്കെ കൂടുതൽ അറിയാം. ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, കുറേ കേൾക്കാത്ത പാട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ടോട്ടലി വൈബ് അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല, ഇവിടെ ദുബായിൽ അങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ കിട്ടുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ നാട്ടിലത്തെ പോലെ എപ്പോഴെപ്പോഴും പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് പോകാറുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2-3 പേരൊക്കെ കണ്ടു. നല്ല നല്ല അടിപൊളി പരിപാടിയായിരുന്നു. മൊത്തം മലയാളീസാണ്. നമ്മൾ നാട്ടിൽ പോയാൽ അതുപോലൊരു ഫീലായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഗ്യാങ്ങാണ്. ചുറ്റിനും ഇതൊക്കെ കാണുന്നതൊക്കെ നമ്മൾ ആൾക്കാർ തന്നെയാണ്. പിന്നെ പരിപാടി അടിപൊളി പരിപാടിയായിരുന്നു. ഞാൻ അടുത്ത വീഡിയോക്ക് വോയിസ് കൊടുക്കാം, നിങ്ങൾ കാണുക. Dirty money.
சும்மா நிக்க வச்சு விட்டு போச்சு முட்டி செத்து போச்சு போக சொன்னா என்ன சரி போடா வேணா தப்பு நான் தான் பண்ண ஒத்துக்கல வண்டி ஏத்த முன்ன 2 மணிக்குள்ள ஸ்டுடியோ வந்துட்டு பிராக்டிஸ் பண்ண சொன்ன ஃப்ரெண்ட் கிட்ட எக்ஸ்பிளைன் பண்ண போலீஸ் என்ன புடிச்சிட்டான் 2 மணி நேரம் நிக்க வச்சு ஃபைன போட்டு ஏன்னா அவன் அறுத்துட்டான் அதனால லேட் ஆச்சு ப்ரோ ஓடி வந்தத வாங்குது மூச்சு ப்ரோ பாடியில ஸ்கிராட்ச் ப்ரோ ஹெல்மெட் போடலன்னு கொடுத்த ரெசிபி இதுதான் என்னோட சாட்சி ப்ரோ അങ്ങനെ പ്രോഗ്രാം തീർന്നപ്പോൾ തന്നെ നമ്മൾ വീട്ടിലെത്തി. ഇത് ജിബിൻ ഫുഡ് ഓർഡർ ചെയ്ത് തന്നതാണ്. അവനൊരു ഓൺ പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ് ആയിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, കഴിഞ്ഞു. ബട്ട് സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഗുഡ് നൈറ്റ്.